അള്ളാഹുവിലേക്ക് നീട്ടേണ്ട കൈകൾ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും ഔലിയാക്കന്മാരോട് ചോദിക്കാമെന്നൊരവസ്ഥയിലെത്തി. എന്തിനധികം ഇതെങ്ങനെയാണ് റബ്ബിലേക്ക് നീട്ടേണ്ട കൈകൾ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്ന ഒരു അവസ്ഥ വന്നത് എങ്ങനെയാ? അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചതും ഈ സമൂഹത്തെ പരിശീലിപ്പിച്ചതും ബോധ്യപ്പെടുത്തിയതും തെറ്റായ ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അവരെ കുറിച്ച് തെറ്റായ ചില തെറ്റിദ്ധാരണകളാണ് ആളുകളെ പഠിപ്പിച്ചത്. എന്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ? അള്ള കാണുന്നത് പോലെ കാണുന്നവരാണ്, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരാണ്, അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുന്നവരാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ ഇവിടുത്തെ പുരോഹിതന്മാർ പഠിപ്പിച്ചു. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഇത് CM സ്മരണിക. CM സ്മരണികയിൽ എന്താ പറയണെന്നറിയോ? ഔലിയാക്കന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ്, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ. അള്ള കാണുന്നത് പോലെ കാണാൻ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമ്പോലും അള്ള കേൾക്കുന്നത് പോലെ കേൾക്കാൻ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമ്പോലും അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമെന്നാണ് സാധാരണക്കാരെ ഇവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പഠിപ്പിക്കപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. ഒരു 50 വർഷങ്ങൾക്ക് പിന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ മാലകളാണുള്ളത്, കുപ്പിപ്പാട്ടാണുള്ളത്, പക്ഷിപ്പാട്ടാണ്. അന്ന് പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോ, അന്ന് ചൊല്ലിയ ബൈത്തുകൾ വെച്ച് നോക്കുമ്പോ അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല, അതിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല, അത് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന വരികളല്ല. മറിച്ച് അതിലുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന വരികളല്ല. ഔലിയാക്കന്മാരെന്ന പേരിൽ ഇവര് കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ കള്ളക്കറാമത്തുകളാണ്, ഇല്ലാത്ത കറാമത്തുകളാണ്. അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു. അത് ചൊല്ലാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, അത് ചൊല്ലിപ്പിക്കുകയാണ്, അത് നിർബന്ധമായ ഒരു ആചാരമായി പഠിപ്പിക്കപ്പെടുകയാണ്. അവര് ചൊല്ലി വന്നത്, അവര് പഠിച്ചു വന്നത്, അവരാചരിച്ചു വന്നത് അള്ളാന്റെ മഹത്വങ്ങളല്ല, ഔലിയാക്കന്മാർക്ക് ഇല്ലാത്ത കറാമത്തുകളാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സജീവമായി ചൊല്ലിയിരുന്ന ബൈത്താൻ മുഹിയദ്ദീൻ മാല, അതേപോലെ തന്നെ റിഫായി മാല. മുഹിയദ്ദീൻ മാലയിൽ ഒരു വരി ഞാൻ പാടാം. മുഹിയദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ, മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മൊളിന്തോവർ. ഒരാള് വന്നിട്ട്, ഒരു ഹാദിമ വന്നിട്ട് മുഹിയദ്ദീൻ ശൈഖിനോട് പറയാണ്, മുഹിയദ്ദീൻ ശൈഖേ, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികളെ തരണം മുഹിയദ്ദീൻ ശൈഖേ, എനിക്കൊരു കുട്ടിയെ തരണം മുഹിയദ്ദീൻ ശൈഖേ. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് അള്ളാനെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ഹാദിമിന് കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ, അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ. മറുപടി എന്താണെന്നറിയോ? മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്ന 2 കൊടുക്കു നീ ദയ്യാനേ. അള്ള പറയാണ്, ലൗഹുൽ മഹ്ഫൂദിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് യഥാർത്ഥ മുഹിയദ്ദീൻ ശൈഖല്ല, ഇത് മുഹിയദ്ദീൻ ശൈഖിന്റെ പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ്. മുഹിയദ്ദീൻ ശൈഖ് ഉടനെ തന്നെ അള്ളാനോട് പറഞ്ഞു, 1 തരാൻ പറ്റൂലേ, 2 കൊടുക്ക്. ഉടനെ തന്നെ വീണ്ടും പറയാണ്, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ 3 എണ്ണം കൊടുക്കേണമങ്ങിനെ 7ഓളം ഉണ്ടോവർ. 800 തീരും മുമ്പായിറയോവൻ, എമ്പി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. അള്ള പറഞ്ഞു 2 കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞു, എന്നാ 3 കൊടുക്ക്. അള്ള പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞു 4 കൊടുക്ക്, 5 കൊടുക്ക്, 6 കൊടുക്ക്. അവസാനം 7 പറഞ്ഞപ്പോ മുഹിയദ്ദീൻ ശൈഖിനോട് അള്ള പറയാണ്, എന്താ പറഞ്ഞതെന്നറിയോ? 800 തീരും മുമ്പായിറയോവൻ, എമ്പി ഞാൻ 7 കൊടുക്കാമതെന്നോവർ.
ചെയ്യേ 8 എന്ന് പറയല്ലേ. 8 എന്ന് പറഞ്ഞാൽ 8 ഞാൻ തരേണ്ടി വരും. അതുകൊണ്ട് 7 കച്ചവടം ഉറപ്പിക്കാം. ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ മുഹ്യദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ അള്ള ചോദിച്ചത് മുഹ്യദ്ദീൻ ശൈഖ് ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അള്ള തരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ശൈഖ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ ഉണ്ടാകുക? നമ്മളെ മൊയ്തീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വിചാരിച്ച ആളല്ലോ. അള്ള തരൂല എന്ന് പറഞ്ഞ കാര്യം വരെ പിടിച്ചിങ്ങടെ വാങ്ങിത്തരുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങാടിയിലിരിക്കുന്നവരോട്, എന്റെ പ്രിയപ്പെട്ട സമസ്ത സഹോദരന്മാരോട് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? എല്ലാ നമസ്കാരാനന്തരവും നമ്മൾ പറയുന്ന ഒരു വാചകമില്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ തരാത്തത് തരാൻ, നീ തരാത്തത് കൊണ്ടുതരാൻ, നീ തന്നത് പിടിച്ചു വെക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമേ, ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? എങ്ങനെയാ മുസ്ലിം സമൂഹം അള്ളാഹുവിലേക്ക് നീട്ടുന്ന കൈ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്ന ഒരവസ്ഥയുണ്ടായത്? മാലകൾ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്, മാലകൾ ചൊല്ലിയത് കൊണ്ടാണ്. ഒരൊറ്റ ഉദാഹരണം കൂടെ ഞാൻ പറയാം. മുഹിയുദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. വലിയ ഒരു ഹാദിം മൗത്തായേ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. ഒരാള്, ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ മുഹിയുദ്ദീൻ ശൈഖ് എന്താ ചെയ്യുന്നറിയോ? ഈ കഥയിലൊന്നും ചോദ്യമില്ലട്ടോ, ഇതൊക്കെ കഥയാണ്. എന്താ പറയണെന്നറിയോ? എന്താ പറയണെന്ന് വെച്ചാൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഭർത്താവിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. നേരെ എന്ത് ചെയ്തു? മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞു. എന്താ മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞെന്നറിയോ? എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിൽ വേഗം തരണം, എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിലുണ്ട്, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ മലക്കുകൾ പറഞ്ഞെന്നറിയോ? തനിയോന്റെ അരുളൽ പൂടിത്തേതയ്യങ്ങീനെ താരും ഞാൻ എന്ന് മാലക്ക് നാവിണ്ടോവർ. അള്ള പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് ഇത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തെന്നറിയോ? നവിൽ കേട്ട് കയ്യിലാമേർ പീഡിത്തുള്ളൈ സംബിലൈ വേഗം പൂടിത്ത് പറന്നോവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നെ ഉള്ള ഉയർകളെ തുള്ളിപ്പറപ്പിച്ച് പറ്റി വീടുത്തോവർ. മലക്കുകൾ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ റൂഹ് കൊണ്ടുപോവാ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടെ, ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീദ അശ്അരി അഖീദയാണ്. അശ്അരി അഖീദയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ മുതവാത്തിറായ ഹദീസെങ്കിലും വേണം. അതാണ് അശ്അരി അഖീദന്റെ അസ്ലി. ഞാൻ ചോദിക്കട്ടെ, റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോവാന്ന് ഏത് ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എന്നിട്ടോ റൂഹ് ഇങ്ങനെ കൊണ്ടുപോവാണ്. മലക്കുകളോട് ചോദിച്ചു, മലക്കുകൾ കൊടുത്തില്ല, ഒരൊറ്റ തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രമായി. അങ്ങനെ അവസാനം എന്തായിന്നറിയോ? മലക്കുകൾ പേടിച്ചിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലാൻ വിട്ടതൈ കണ്ട് ആസിറായിലല്ലാന്റെ ബലിമഹദറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മാലക്കോട് അല്ലാഹ് അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതി എന്റെ കൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവനെന്നോവർ. അള്ളാന്റെ അടുത്ത് എന്നിട്ട് മലക്കുകൾ നഊദു ബില്ലാഹ് മലക്കുകൾ പരാതി പറഞ്ഞു, പടച്ചോനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് റൂഹ് ചോദിച്ചു കൊടുത്തില്ല, മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അപ്പൊ അള്ള തിരിച്ചു പറഞ്ഞെന്തറിയോ? അള്ള എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? മൂപ്പരാകെ നിങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ, ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോവുമായിരുന്നു. എന്ത് മനസ്സിലായി? ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരമാണ്. ഇത് ചൊല്ലിയ പുണ്യം കിട്ടും. ഇത് ചൊല്ലാത്തോന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല, ഖാദിയാകാൻ പറ്റൂല, മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം ഇതാര് പഠിപ്പിച്ചതാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ അറിയോ? നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് കേൾക്കുന്നത്.
പരലോകത്ത് ചെന്നിട്ട് നരകം കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗ്ഗമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് തുറന്നു വെച്ച് നിങ്ങളൊന്ന് കേൾക്കി. ഇതാര് പഠിപ്പിച്ചതാണ്? ഇനി മാത്രമല്ല, അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ചു ദുആ ചെയ്താലും അവർക്ക് ആ ദുആ കേൾക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 30-ാം അധ്യായത്തിലെ 52-ാമത്തെ വചനം. ഇത് സൂറത്തുർ റൂമിലെ 52-ാമത്തെ വചനം. അല്ലാഹ് പറയാൻ എന്താ പറയണെന്നറിയോ? ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ. ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. വലാ തുസ്മിഉ സുമ്മദ് ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ. ബദിരന്മാര് പിന്നോക്കം തിരിഞ്ഞു പോയാലും അവരെയും കേൾപ്പിക്കാൻ സാധ്യമല്ല. ആരാണ് പ്രിയപ്പെട്ടവരെ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കരളിന്റെ കഷ്ടമല്ലേ? നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ജീവിതത്തിൽ മറ്റാരേക്കാളും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്നത് നമ്മുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ആ റസൂലുള്ളാഹിനോട് വരെ അല്ലാഹ് പറയാണ്, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ശ്രേഷ്ഠനായ, ലോകത്തുള്ള സകല നബിമാരെക്കാളും ശ്രേഷ്ഠനായ, ലോകത്തുള്ള സകല റസൂലുമാരെക്കാളും ശ്രേഷ്ഠനായ, നാളെ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുന്ന ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാവുന്നതാണ്. എന്റെ പേരിൽ ആരെങ്കിലും ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവര് 10 നന്മകളുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, മുഹമ്മദ് നബിയേ, താങ്കൾക്ക് മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് സിയാറത്ത് ടൂറിന്റെ പേരിൽ CM മക്കാമിലേക്ക് പോകുന്നവരോട്, മുനമ്പത്ത് പോകുന്നവരോട്, മമ്പുറത്ത് പോകുന്നവരോട്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ സിയാറത്ത് ടൂർ എന്ന പേരിൽ നടക്കുന്നവരോട് മനസ്സു തുറന്നൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് CM മടവൂരിന്റെ മക്കാമിലേക്ക് ചെല്ലുന്നത്? അവിടെ ചെന്നിട്ട് CM മടവൂരെ, കച്ചവടത്തിൽ ബറക്കത്ത് തരണേ, ബിസിനസ്സിൽ ബറക്കത്ത് തരണേ, മോന് നല്ല ബിസിനസ്, മോന് നല്ലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ് എന്നൊക്കെ അവരോട് പ്രാർത്ഥിക്കാനാണല്ലോ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹ് പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ എനിക്കും നിങ്ങൾക്കും കേൾപ്പിക്കാൻ പറ്റുക? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ പറ്റൂല, പിന്നെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും? ഈ ആയത്തിനെ മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് എങ്ങനെ വിശദീകരിക്കുന്ന അറിയോ? ലൈസ ഫീ ഖുദ്റതിക, നബിയെ താങ്കളുടെ കഴിവിൽപ്പെട്ടതല്ല, അൻ തുസ്മിഅൽ അംവാത ഫീ അജ്ദാസിഹാ, മരിച്ചു മറമാടപ്പെട്ടവരെ കേൾപ്പിക്കുക എന്നത് നബിയേ നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവല്ലാത്ത ആരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഒരിക്കലും അവർക്ക് കേൾക്കാനത് സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിന് വരെ അത്തരം ആളുകളെ കേൾപ്പിക്കാൻ സാധ്യമല്ലെന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്, വമാ യസ്തവിൽ അഹ്യാഉ വൽ അംവാത്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും സമമല്ല. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും സമമല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ,
നബിയേ, താങ്കൾക്ക് മരിച്ച് കബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാര് ചിന്തിക്കും, ഇത് ഖുർആനിലുണ്ടോ? ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, മുഹമ്മദ് നബിയേ, അങ്ങയ്ക്ക് മരിച്ച് കബറിൽ കിടക്കുന്നവരെ ഒരിക്കലും കേൾപ്പിക്കാൻ സാധ്യമല്ല. ഇതാരോടാ പറയുന്ന പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് നബി, നിങ്ങൾക്ക് മരിച്ച് കബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റൂല. പിന്നെ ഉള്ളാളത്തെ നമ്മൾ പോയി പ്രാർത്ഥിച്ച ഉള്ളാളത്തെ തങ്ങൾ കേൾക്കുവോ? CM മടവൂരിന്റെ കബറുമ ചെന്നിട്ട് പ്രാർത്ഥിച്ച കേൾക്കുവോ? കേൾക്കുന്നെന്ന് ഞാനല്ലോ പറഞ്ഞത്. ആയത്തിന്റെ നമ്പർ, സൂറത്ത് നമ്പർ 35-ാം അധ്യായത്തിലെ 22-ാമത്തെ ആയത്ത്, 50-ാമത്തെ സൂറത്തിലെ 31-ാമത്തെ ആയത്ത്, 2 ആയത്തുകൾ പറഞ്ഞു. 3-ാമത്തെ ആയത്ത് എന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായത്തിലെ 14-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും, അല്ലാഹുവല്ലാത്ത ആരെ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്താലും ലാ യസ്മഊ ദുആഅക്കും, അവര് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. മുനമ്പത്തെ ബീവി കേൾക്കില്ല, മമ്പുറത്തെ തങ്ങൾ കേൾക്കില്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കേൾക്കില്ല, മുഹിയത്തി ശൈഖ് കേൾക്കില്ല, റിഫായി ശൈഖ് കേൾക്കില്ല. അതേ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ആരാധിക്കപ്പെടുന്ന ഏതൊക്കെ ശൈഖന്മാരുണ്ടോ, തങ്ങന്മാരുണ്ടോ, ബീവിമാരുണ്ടോ, മൺമറഞ്ഞു പോയവരുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുണ്ടോ, അവരാരും തന്നെ കേൾക്കുകയില്ല. വലൗ സമിഉ, എനിക്ക് കേട്ടു എന്ന് വാദിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവര് നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യില്ല. അല്ലാഹ് പറയാണ്, അല്ലാഹുവല്ലാത്ത ആരെങ്ങൾ വിളിച്ചു ദുആ ചെയ്താലും അവരിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല എന്ന് മാത്രമല്ല, അവരിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു.